ഹായ് ഡിയേഴ്സ്, രണ്ട് വാർത്തകളാണ് കുട്ടികളെ സംശയത്തിലെത്തിച്ചിരിക്കുന്നത്. ഒന്ന്, ചൊവ്വാഴ്ച ബസ് സമരം പ്രഖ്യാപിച്ചതുകൊണ്ട്, ജൂലൈ 8 ചൊവ്വാഴ്ച ബസ് സമരം പ്രഖ്യാപിച്ചതുകൊണ്ട് സ്കൂളിലേക്ക് എത്താൻ പല കുട്ടികൾക്കും പ്രയാസകരമായിരിക്കും. കാരണം അവരെല്ലാവരും സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തുക? അതുകൊണ്ട് സ്കൂളുകൾക്ക് അവധിയുണ്ടോ? ഈ ചോദ്യത്തിന് നേരത്തെ വീഡിയോയിലൂടെ ഉത്തരം നൽകിയതാണ്. എങ്കിലും കമൻറ്റ് ബോക്സിൽ നിരവധി കുട്ടികൾ സാർ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് എത്താൻ ബസ്സില്ല, എന്ത് ചെയ്യും, ഞങ്ങൾ എങ്ങനെ പോകും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ, ഇനി അല്ലെങ്കിൽ കളക്ടർ ഒക്കെ ഒരു അവധി പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ KSRTC ബസ്സുകൾക്ക് എന്ത് ചെയ്യണം? പണിമുടക്കേണ്ടി വരും. അല്ലെങ്കിൽ KSRTC ബസ്സുകൾ പ്രവർത്തിക്കാതിരിക്കണം. ഹർത്താലിലൊക്കെ കാരണത്താലോ ബന്ദ് കാരണത്താലോ ഇത്തരം സർക്കാരിൻ്റെ KSRTC ഓടാതിരുന്നാലാണ് പെട്ടെന്ന് അവധി ലഭിക്കാറുള്ളത്. ഇത് സ്വകാര്യ ബസ്സുകളായതുകൊണ്ടും സ്വകാര്യ സംഘടനകളുടെ പണിമുടക്കായതുകൊണ്ടും കേരളത്തിലെ സ്കൂളുകൾക്ക് നേരിട്ട് അവധി നൽകില്ല. സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ജൂലൈ 8 ചൊവ്വാഴ്ച കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾ ചോദിക്കും, സാർ അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തുക? നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് നിങ്ങൾ പറയുക, മിസ്സേ ഞങ്ങൾ ഇങ്ങനെയാണ് വരാറുള്ളത്, ബസ്സിലാണെന്ന് മിസ്സിന് അറിയാമല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ മിസ്സ് നിങ്ങൾ എങ്ങനെയും വരണം എന്നൊന്നും പറയില്ലല്ലോ. ഓക്കെ, അതെന്തായാലും സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് നിങ്ങൾ ചെയ്യുക എന്നത് തന്നെയാണ്. അത് നിങ്ങളുടെ ടീച്ചറുമായിട്ട് ആലോചിച്ച് ചെയ്യുക, അല്ലാതെ അതിന് മറ്റൊരു സൊല്യൂഷൻ ഇല്ല. നാളെ കേരളത്തിലെ സ്കൂളുകൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഔദ്യോഗിക തീരുമാനം എന്ന് പറയുന്നത്. 2, മറ്റന്നാൾ അതായത് ബുധനാഴ്ച ജൂലൈ 9 ദേശീയ പണിമുടക്കാണ്. അതുകൊണ്ട് പൊതുവെ എല്ലാ അധ്യാപകരും ഒക്കെ എനിക്കറിയാവുന്ന അധ്യാപകരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് തന്നെയാണ്. കാരണം ദേശീയ പണിമുടക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാവും. അതായത് റോഡിലൂടെ ബസ് എന്താ പറയുക, എല്ലാം വാഹനങ്ങൾ ഓടുന്നതൊക്കെ കുറവായിരിക്കും. ഓട്ടോകളെയും ബസ്സുകളെയും ചില എന്താ പറയുക നാല് ചക്രത്തെയും ഇരുചക്രത്തെയൊക്കെ ആശ്രയിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കേരളത്തിലെ നിരവധി കുട്ടികളും. മാത്രമല്ല അവരുടെ വീട്ടിൽ നിന്ന്, മലയോര പ്രദേശങ്ങളിലുള്ള വീട്ടിൽ നിന്ന് താഴ്വാരങ്ങളിലെ സ്കൂളിലേക്ക് എത്താനും തിരിച്ചൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് ഗതാഗത തടസ്സങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സ്കൂളിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും സ്കൂളിലേക്ക് എത്താൻ കഴിയില്ല. ഈ ദേശീയ പണിമുടക്കിൽ സ്കൂളിലെ ബസ് ഡ്രൈവർമാരും ഇതിനോട് പങ്കുചേർന്നാൽ ബസ് പ്രവർത്തിക്കുകയില്ല. അതൊരു ദേശീയ പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് സ്കൂളുകൾക്ക് അവധി ലഭിക്കാനൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അത് ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ തീരുമാനമാവുള്ളൂ കേട്ടോ. ഓക്കെ, അവധി നേരിട്ട് പറയൂല. പണിമുടക്ക് കാരണത്താൽ ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ, ഫോർ എക്സാമ്പിൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ഭൂരിഭാഗം കുട്ടികളും ഇത്തരം ഗതാഗതത്തെ ആശ്രയിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ മാനേജ്മെൻറ്റ്, PTA മാനേജ്മെൻറ്റും സ്കൂൾ അധികൃതരൊക്കെ കൂടി തീരുമാനിക്കും, നാളെ കുട്ടികൾ വരേണ്ടതില്ല, മറ്റൊരു ദിവസം എന്ത് ചെയ്യാം, പ്രവൃത്തി ദിവസമാക്കാൻ അവരങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഔദ്യോഗികപരമല്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ബുധനാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ദേശീയ പണിമുടക്കാണെങ്കിൽ, ജൂലൈ 9 ദേശീയ പണിമുടക്കായതുകൊണ്ട് ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകും. ഗതാഗത തടസ്സങ്ങൾ സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു അവധി ലഭിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ചൊവ്വാഴ്ച ഈവനിങ് ഒരു 5 മണി 7 മണിയൊക്കെ ആകുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നേരത്തെ ലഭിക്കാൻ MS സൊല്യൂഷൻസ് ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന്, വേറെ സൊല്യൂഷൻസ്. ബൈ.